നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. പ്രധാന തലക്കെട്ടുകൾ. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സാമൂഹ്യ പ്രവർത്തകനായ ദിനുവയിൽ. അടൂരിന്റെ പരാമർശം അധിക്ഷേപമെന്ന് വിമർശനം, പറഞ്ഞതിനെ വളച്ചൊടിച്ച് വിവാദമാക്കിയെന്ന് മന്ത്രി VN വാസവൻ. ഓണത്തിന് കാർഡൊന്നിന് സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് മന്ത്രി GR അനിൽ. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണമെന്നും നിർദ്ദേശം. സപ്ലൈകോയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്നും മന്ത്രി. കേരള സർവകലാശാല പ്രതിസന്ധി പരിഹരിക്കാൻ VC ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം അല്പസമയത്തിനകം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രതിഷേധം. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും JMM സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മരണം അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവാണ് ഷിബു സോറൻ. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ടിന്റെ വിജയപ്രതീക്ഷ അവസാന ദിവസത്തിൽ 4 വിക്കറ്റ് ശേഷിക്കെ 35 റൺസ് അകലെ. ബൌളർമാരിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ. വിശദമായി നോക്കാം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ പരാതി. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാരോപിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. സാമൂഹ്യ പ്രവർത്തകനായ ദിനുവയിലാണ് പരാതി നൽകിയത്. വിശദമായി നോക്കാം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ പരാതി. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാരോപിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. സാമൂഹ്യ പ്രവർത്തകനായ ദിനുവയിലാണ് പരാതി നൽകിയത്. സിനിമാ കോൺക്ലേവിലെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നിലപാടിൽ ഉറച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ലെന്നും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പറഞ്ഞതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ. പരിശീലനം ലഭിക്കാതെയാണ് പലരും സിനിമയെടുക്കുന്നത്. കൃത്യമായ പരിശീലനം നൽകണമെന്നും സിനിമയെടുക്കാൻ 1.5 കോടി രൂപയുടെ ആവശ്യമില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടമെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിങ് വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടുത്തണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. SC/ST വിഭാഗം മാത്രമല്ല, സ്ത്രീകൾക്കും SC/ST മുൻപരിചയമില്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു. ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത്. പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത്. കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കുമെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് അടിച്ചിരിക്കുക പത്രത്തിൽ. പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല, ഇവിടെ സത്യം പറയാറ്. അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ്. കാരണം ഞാൻ സംസാരിച്ചതിന്റെ റെക്കോർഡുണ്ട്. അത് മുഴുവൻ എടുത്ത് നോക്കുക. എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിശയമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. കൊമേഴ്സ്യൽ സിനിമ ഗവൺമെന്റ് ആകുമ്പോഴുള്ള കുഴപ്പമാണ്. ഇത് പബ്ലിക് ഫണ്ട്സാണ് സാറേ. സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ എന്റെ കൺവീഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന്. പക്ഷെ സർക്കാർ ചെയ്യുന്ന ഈ 1.5 കോടി കിട്ടുന്ന പൈസ കൊണ്ട് 1.5 കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം AK ബാലനും ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ്. പക്ഷെ ഇന്നത്തെ ആ സാഹചര്യം മാറി. ഇന്നിപ്പം പറഞ്ഞില്ലേ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം. അതിനുള്ള സാങ്കേതികവിദ്യ മാറിക്കഴിഞ്ഞു. തിയേറ്ററുകളിലേക്ക് ഓരോ പെട്ടി കൊണ്ടുപോകുന്നുണ്ടോ? ഇന്നില്ലല്ലോ. ഇന്നെല്ലാം സാറ്റലൈറ്റ് വരികയാണ്. പ്രിന്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചെലവാക്കുന്നില്ല. അങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ 1.5 കോടി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഉപയോഗിച്ച് 3 പേർക്ക് പണം എടുക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ വിവാദ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വിവിധ കോണുകളിൽ നിന്ന് വഴിവെക്കുമ്പോഴാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി വരുന്നത്. അതൊരു ഭാഗത്ത്. പക്ഷേ ഈ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും വിശദീകരണവും വ്യക്തതയും ഒക്കെ നൽകുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചേർത്ത് വെക്കുന്നത്?
അമ്പളി തീർച്ചയായും അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൽ നടത്തിയ സമാപന വേളയിൽ നടത്തിയ പരാമർശം, ആ പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു. വിവിധ കോണുകളിലാണ് പ്രതിഷേധം ഉയരുന്നത്. ആ പ്രതിഷേധം ഉയരുമ്പോൾ ആ വേദിയിൽ തന്നെ കഴിഞ്ഞ ദിവസം സാംസ്കാരിക മന്ത്രി മറുപടി നൽകി. പക്ഷേ ഇന്ന് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിമർശനവുമായി രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നു. ഒരു കേസായി മാറുന്നു. സാമൂഹ്യ പ്രവർത്തകനെതിരെ ഇദ്ദേഹത്തിനെതിരെ മ്യൂസിയം പോലീസിൽ പരാതി നൽകുന്നു, കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുമ്പോഴാണ് അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും രംഗത്ത് വരുന്നത്. ആ വ്യക്തത വരുത്തുമ്പോഴും തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. താൻ ഒരു വേദിയിൽ പോലും ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ല. അങ്ങനെ അവഹേളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണ്. എന്നാൽ ഇപ്പോഴും താൻ പറയുകയാണ്, ഒരു വേദിയിൽ പോലും താൻ ദളിതരെയോ സ്ത്രീകളെയോ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് താൻ സംസാരിച്ചത്. അവർക്ക് പരിശീലനം നൽകണമെന്ന് പറയുന്നത് കൃത്യമായി പലരും പരിശീലനം ഒന്നും ലഭിക്കാതെയാണ് സർക്കാരിന്റെ ഈ ഗ്രാന്റ് വാങ്ങി ഇങ്ങനെ സിനിമാ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല പലർക്കും വേണ്ടി, വനിതകൾക്ക് വേണ്ടി സിനിമകൾ എടുക്കുന്നത് ചില ക്യാമറാമാൻമാരാണ് സിനിമകൾ എടുക്കുന്നത് പോലും അറിയാനിടയായി. അതുകൊണ്ടാണ് ഇവർക്ക് പരിശീലനം നൽകണമെന്ന നിലപാട് തന്നെ ആവർത്തിച്ചത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ പറയും. മാത്രമല്ല 1.5 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് നൽകുന്നത്. കമേഴ്ഷ്യൽ സിനിമകൾക്കാണ് അത്രയേറെ പൈസ വേണ്ടത്. സർക്കാർ ചിലവിൽ നടത്തുമ്പോൾ അത് കമേഴ്ഷ്യൽ സിനിമ അല്ല എടുക്കേണ്ടത്, നല്ല സിനിമകളാണ് എടുക്കേണ്ടത്. നല്ല സിനിമകൾ, മികച്ച സിനിമകൾ എടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു സിനിമയ്ക്ക് 1.5 കോടി രൂപ ആകുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. മാത്രമല്ല ആ സിനിമ 50 ലക്ഷം വീതം നൽകുകയാണെങ്കിൽ 3 പേർക്ക് സിനിമ എടുക്കാനുള്ള അവസരം നൽകുമെന്ന് കൂടി പറയുകയാണ്. അതായത് അത്രയേറെ തുക പൊതുഖജനാവിൽ നിന്ന് നൽകുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയും ആ നിലപാട് ആവർത്തിക്കുകയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് കൂടി അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ താൻ ഒരു പ്രത്യേക സമുദായത്തെ, അതായത് ദളിതരെയോ സ്ത്രീകളെയോ താൻ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് താൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. താൻ നൽകിയ വിമർശനം അല്ലെങ്കിൽ താൻ നൽകിയ പരാമർശങ്ങളെ, ആ വസ്തുതകൾ മനസ്സിലാക്കാതെ അത് വളച്ചൊടിച്ച് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് മാധ്യമങ്ങൾ, പത്രങ്ങളായാലും ടെലിവിഷൻ മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടത്. പക്ഷേ അതേസമയം ചില കോണുകളിൽ നിന്ന് ഇപ്പോഴും അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന രീതിയിൽ ചിലർ രംഗത്ത് വരുന്നുണ്ട്. അതിൽ മന്ത്രി വാസവന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു എന്ന രീതിയിൽ മന്ത്രി വാസവൻ പറയുന്നു. സംവിധായകൻ ബ്ലസ്സി ആയ രീതിയിൽ പറയുന്നു. മറ്റ് സംവിധായകനായ ജോയി മാത്യുവും അടൂർ ഗോപാലകൃഷ്ണനെ ഏറെക്കുറെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ പ്രതികരണത്തിൽ വലിയ രീതിയിൽ വിമർശനം, പ്രതിഷേധവും ഒരു കോണിൽ ശക്തമാകുമ്പോൾ മറുകോണിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി. ഒപ്പം തന്നെ ഈ പരാമർശത്തിൽ കൂടുതൽ വിശദീകരണവും വ്യക്തതയുമായി അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസ. അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് മന്ത്രി വി എൻ വാസവൻ അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കി, ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത്. സർക്കാർ സ്ത്രീകൾക്കും SC/ST വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെയാണെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗങ്ങളിലുള്ളവർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. സിനിമ നിർമ്മിക്കുക പണച്ചെലവേറിയ പ്രക്രിയയാണ്. അതിനായി ഫണ്ട് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. ക്യാമറയുടെ നോട്ടമെന്നും പുരുഷനോട്ടമാണ്, അതിന് ബദൽ നോട്ടം വേണമെന്നും മന്ത്രി പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവുള്ള ഒരു സർഗാത്മക ആവിഷ്കാരമാണ് നടക്കേണ്ടത്. ഓണത്തിന് കാർഡൊന്നിന് സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നും വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയുമെന്നും മന്ത്രി GR അനിൽ. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണം. സപ്ലൈകോയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും പാർട്ടി സമ്മേളനത്തിലെ വിമർശനം സ്വാഭാവികമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഓണത്തിന് ഈ മാസം ഒരു കാർഡുകാരന് 1 കിലോ 1 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡൈസ് റേറ്റിൽ 349 രൂപയ്ക്ക് ലഭിക്കും. അതേ കാർഡുകാരന് 4-ാം തീയതി മുതലാണ് 5-ാം തീയതി മുതലാണല്ലോ ഓണം, 4-ാം തീയതി വരെ
സപ്ലൈകോ ഔട്ട്ലെറ്റിൽ അടുത്ത മാസവും അതേ കാർഡുകാരന് വാങ്ങിക്കാം. അങ്ങനെ വന്നാൽ ഒരു കാർഡുകാരന് 2 ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് മുമ്പ് സബ്സിഡൈസ് റേറ്റിൽ തന്നെ ഗവൺമെൻറ് നൽകാനുള്ള നടപടിയാക്കിയിട്ടുണ്ട്. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ്. ജയിലിന് പുറത്തേക്കുള്ള യാത്രയിൽ കൈവിലങ്ങ് നിർബന്ധമാക്കും. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ നടപടി പോലീസുകാരിൽ മാത്രം ഒതുക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊടും കുറ്റവാളിയായ കൊടിസുനി. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇവർ പരസ്യമായി മദ്യപിച്ചത്. പോലീസുകാരുടെ ഒത്താശയോടെ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. സംഭവത്തിൽ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, വിഷ്ണു എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചത്. കൊടിസുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കാനാണ് തീരുമാനിച്ചത്. ഇതിനു പുറമെ പരോൾ കാലാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇക്കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 60 ദിവസം കൊടിസുനിക്ക് പരോൾ ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കേസെടുക്കുന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ നിയമോപദേശം കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. 2018-ൽ മറ്റൊരു കേസിൽ ഉൾപ്പെട്ടതോടെ കൊടിസുനിക്ക് 6 വർഷത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് സുനിയുടെ അമ്മയുടെ പരാതി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് എത്തിയതോടെയാണ് പരോൾ അനുവദിച്ചു തുടങ്ങിയത്. പരോളിലിറങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. കേരള സർവകലാശാലയിൽ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ച് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചുവരുത്തി അപമാനിച്ചെന്ന ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് യോഗം വിളിച്ചത്. അല്പസമയത്തിനകം യോഗം ചേരും. CPM, CPI, കോൺഗ്രസ്, BJP അനുകൂല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ സർവകലാശാലയിൽ പ്രതിഷേധിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് DGPക്ക് നൽകിയ പരാതിയിൽ നടപടി എടുക്കാത്തതിനാൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൂടി പരാതി നൽകാൻ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VCമാരെ നിയമിച്ച നടപടി പുനഃപരിശോധിക്കില്ലെന്ന് ഗവർണർ. VC നിയമനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ കോടതിയെ അറിയിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരായ R ബിന്ദുവിനെയും P രാജീവിനെയും അറിയിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ സസ്പെൻഷനിൽ കഴിയുന്ന രജിസ്ട്രാർ K സനൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണയിലും ഗവർണർക്ക് എതിർപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുനയ നീക്കവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും നിയമമന്ത്രി P രാജീവും നേരിട്ടെത്തിയിട്ടും ഗവർണർ വഴങ്ങിയില്ല. മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ VCമാരെ നിയമിച്ച നടപടി പുനഃപരിശോധിക്കില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി സംബന്ധിച്ച് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VC നിയമനം നടത്തിയതെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. VCമാരുടെ നിയമന കാര്യത്തിൽ ഗവർണറും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. വിധി സർക്കാരിന് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാണിച്ച മന്ത്രിമാരെ ഗവർണർ തിരുത്തി. ഈ മാസം 13-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ഇതോടെ സമവായത്തിനുള്ള സാധ്യതയും മങ്ങി. കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രതിസന്ധി മന്ത്രിമാർ ഗവർണറെ അറിയിച്ചിരുന്നു. സസ്പെൻഷനിൽ കഴിയുന്ന കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായ KS അനിൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണയിലുള്ള എതിർപ്പ് ഗവർണറും മന്ത്രിമാരെ അറിയിച്ചു. അതിനിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാല ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേധവും ശക്തമാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം VC നോട്ടീസ് നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ സലാമാണ് മരിച്ചത്. ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനാണ് അബ്ദുൽ സലാം. ബൈക്ക് യാത്രികന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് അപകടം. എറണാകുളത്ത് നിന്നും ആലുവയിലേക്ക് പോകുകയായിരുന്ന ബിസ്മില്ല എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. ബസ് തട്ടി റോട്ടിൽ വീണ ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനാണ് മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ സലാം. ഓർഡർ ലഭിച്ച ശേഷം ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുമ്പോഴായിരുന്നു അപകടം. ബസ്സുകളുടെ മത്സരോട്ടമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. 10 അടി മുതൽ വണ്ടികൾ തമ്മിൽ മത്സരോട്ടമാണെന്ന്
പക്ഷേ പഞ്ചായത്തിലൊരു ബസ്സിന് ആളിറങ്ങാനുണ്ടായതുകൊണ്ട് ബാക്കിലെ ബസ് സ്ലോ ആയി. അപ്പോൾ അതിനു മുമ്പുള്ള ബസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ബസ് പുറകിലുണ്ടെന്നുള്ളൊരു രീതിയിലാണ് ബസ് മത്സരം ഓട്ടം ഉണ്ട്. ഇവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ തന്നെ അവിടെ പുറകിലുണ്ടായ ബസ് അവിടെ തന്നെ യൂട്ടേൺ എടുത്ത് പോയാലുണ്ട്, തിരിച്ച് യൂട്ടേൺ എടുത്ത് അപ്പുറത്തു കൂടി പോയി. അബ്ദുൽ സലാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബസ്സുകളുടെ അമിത വേഗതയിൽ 2 ആഴ്ചക്കിടെ ഇത് 2ാമത്തെ ആൾക്കാണ് കൊച്ചിയിൽ ജീവൻ നഷ്ടമാകുന്നത്. കഴിഞ്ഞ 26-ന് എറണാകുളം ടൗൺ ഹാളിന് സമീപം ബസ്സിടിച്ച് തേവര SS കോളേജിലെ വിദ്യാർത്ഥി മരിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അറ്റോർണി ജനറലിന് കത്തയച്ചു. ഒരു തരത്തിലുമുള്ള മധ്യസ്ഥതയ്ക്കും ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് കത്തിൽ പറയുന്നു. ദയാധനം സ്വീകരിക്കുന്നതിന് തയ്യാറല്ല, പെട്ടെന്ന് വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയാണ് കത്തയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 16-ന് വധശിക്ഷ നീട്ടിവച്ചതിന് ശേഷമുള്ള മഹദിയുടെ 2ാമത്തെ കത്താണിത്. ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ചേർത്തല പള്ളിപ്പുറം സ്വദേശി പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ പരിശോധന നടത്തും. ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയോ എന്നതാണ് സംശയം. 16 വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകൾ വീണ്ടും പരിശോധിക്കുകയാണ് പോലീസ്. അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭാഗമായ 2000 കിലോമീറ്റർ ചൈനയ്ക്ക് അടിയറവ് വെച്ചുവെന്ന് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ പറഞ്ഞിരുന്നു. 2020 ജൂണിൽ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളെയും 20 ഇന്ത്യൻ സൈനികരുടെ മരണത്തെയും കുറിച്ചായിരുന്നു രാഹുലിന്റെ പരാമർശം. നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും സുപ്രീം കോടതി തുറന്നടിച്ചു. ജസ്റ്റിസ് ദീപങ്കർ ദത്തയും ജസ്റ്റിസ് AG മസിഹും അടങ്ങുന്ന ബെഞ്ച് ഈ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലായിരുന്നു ചികിത്സ. രാവിലെ 8:56 കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ജൂൺ അവസാനമായിരുന്നു ഷിബു സോറനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സ്ഥാപക രക്ഷാധികാരിയായ ഷിബു സോറൻ കഴിഞ്ഞ 38 വർഷമായി പാർട്ടിയെ നയിക്കുകയായിരുന്നു. മകനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനാണ് മരണവാർത്ത എക്സിലൂടെ അറിയിച്ചത്. അടൂർ ഗോപാലകൃഷ്ണന്റേത് ഒഴിവാക്കപ്പെട്ട പരാമർശമായിരുന്നു എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകൾ എത്ര മനോഹരമായാണ് സിനിമകൾ കേരളത്തിലും നമ്മുടെ രാജ്യത്തും നിർമ്മിക്കുന്നത്. പുരുഷ മേധാവിത്വ സ്വഭാവമുള്ളവർ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലൊരാൾ പറയരുതായിരുന്നുവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള കുറവും അവർക്കാർക്കുമില്ല. ഡൽഹിയിൽ അതീവ സുരക്ഷാ മേഖലയിൽ പ്രഭാത സവാരിക്കിടെ തന്റെ മാല പൊട്ടിച്ചതായി കോൺഗ്രസ് MP സുധാ രാമകൃഷ്ണൻ. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്നുള്ള ലോക്സഭാംഗമായ സുധാ രാമകൃഷ്ണൻ DMK MP രാജാത്തിയോടൊപ്പം ചാണക്യപുരിയിലെ പോളിഷ് എംബസിക്ക് സമീപം നടക്കാനിറങ്ങിയപ്പോഴാണ് സംഭവം. ഹെൽമെറ്റ് ധരിച്ച് മുഖംമൂടിയെത്തിയ ഒരാൾ സ്കൂട്ടറിൽ വന്ന് തന്റെ മാല പിടിച്ചുപറിച്ചതായാണ് പോലീസിൽ പരാതി നൽകിയത്. പിടിച്ചുപറി ശ്രമത്തിനിടെ MPയുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സുധാ രാമകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിനെ മോഷണക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യമന്ത്രി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നവീൻ ബാബുവിനോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാറിയതുപോലെയാണ് ഡോക്ടർ ഹാരിസിനോട് ആരോഗ്യമന്ത്രി പെരുമാറുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് പുച്ഛത്തോടെ പെരുമാറുന്ന സർക്കാരാണ് TP വധക്കേസിലെ പ്രതികൾക്ക് മദ്യസൽക്കാരം ഉൾപ്പെടെ എല്ലാ സൗകര്യവും ചെയ്തു നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ ഹാരിസിനെ കുറ്റക്കാരാക്കാനുള്ള ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരാക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിൽ നിന്നും ആരോഗ്യമന്ത്രി പിന്മാറണം. അദ്ദേഹത്തെ ആ മോഷണക്കുറ്റത്തിൽ പെടുത്താനുള്ള ശ്രമം നടത്തിയതിന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം.
പത്തനംതിട്ട റാന്നി നാറാണംമൂഴിയിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. വടക്കേച്ചെരുവിൽ വീട്ടിൽ ഷിജോ വീട്ടിയാണ് മരിച്ചത്. എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം 12 വർഷമായി ലഭിച്ചിരുന്നില്ല. മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും DEO ഓഫീസിൽ നിന്ന് തുടർ നടപടി ഉണ്ടായില്ല. മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഈ പണം ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഷിജോ. ഇതിൽ നടപടിയില്ലാതായപ്പോൾ ഷിജോ വലിയ വിഷമത്തിലായെന്ന് ഭാര്യപിതാവ് ത്യാഗരാജൻ ആരോപിക്കുന്നു. ഇന്നലെ വൈകിട്ട് പത്തനംതിട്ട മൂങ്ങാംപാറ വനത്തിലാണ് ഷിജോയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടുക്കിയിലെ കാർട്ടമഹിൽ റിസർവിൽ നിന്നും വ്യാപകമായി മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ കേസെടുത്തു. ശാന്തൻപാറ പേത്തുട്ടിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. കേസിൽ സംസ്ഥാന വനം വകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉൾപ്പെടെ 5 കക്ഷികൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ നടക്കുന്ന മരമുറി വനസംരക്ഷണ നിയമത്തിനും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനും എതിരാണെന്ന് ഹരിത ട്രിബ്യൂണൽ. കേസിന്റെ തുടർ നടപടികൾ ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ചിൽ നടക്കുമെന്നും ഡൽഹിയിലെ പ്രിൻസിപ്പൽ ബെഞ്ച് വ്യക്തമാക്കി. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ കാർഡമം ഹിൽ റിസർവിൽപ്പെട്ട 40 ഏക്കർ ഭൂമിയിലെ മരം മുറിക്കുന്നു എന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തത്. ഈ ഭൂമിയുടെ ഉടമ ഏലം കൃഷി നടത്തുന്നതിന് അടിമാലി സ്വദേശിയായ വ്യക്തിക്ക് സ്ഥലം പാട്ടത്തിന് നൽകിയിരുന്നു. പാട്ടത്തിനെടുത്ത വ്യക്തിയാണ് മരങ്ങൾ മുറിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, വിദഗ്ധ അംഗങ്ങളായ ഡോക്ടർ എസ് ചെന്തിൽവേൽ, ഡോക്ടർ അഫ്രോസ് അഹമ്മദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തത്. കേസിൽ സംസ്ഥാന വനം വകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ, ഇടുക്കി ജില്ലാ കളക്ടർ, സംസ്ഥാന മലിനീകരണ ബോർഡ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, കേന്ദ്ര മലിനീകരണ ബോർഡ് തുടങ്ങിയവയ്ക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. ഹരിത ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ചിന് മുമ്പാകെ നോട്ടീസിനുള്ള മറുപടി ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 24 ഈ കേസ് ട്രിബ്യൂണലിന്റെ സൗത്ത് സോൺ ബെഞ്ച് പരിഗണിക്കും. അതിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിനുള്ള മറുപടി ഫയൽ ചെയ്യണമെന്നാണ് നിർദ്ദേശം. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കിക്ക് വലിയ പ്രതീക്ഷ നൽകി പരീക്ഷണ പറക്കൽ നടത്തി 8 മാസങ്ങൾ പിന്നിട്ടിട്ടും സീപ്ലെയിൻ പദ്ധതിക്ക് അനക്കമില്ല. ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞത് വനം വകുപ്പാണെന്ന ആക്ഷേപം ശക്തമാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രിമാർ നൽകിയ ഉറപ്പും പാഴ്വാക്കായി. കഴിഞ്ഞ വർഷം നവംബർ 11 ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് ചിറകു വിടർത്തി ചരിത്രത്തിലാദ്യമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ സീപ്ലെയിൻ പറന്നിറങ്ങിയത്. കരയിലും വെള്ളത്തിലും ലാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിമാനമായിരുന്നു ഇത്. ആവേശത്തോടെ ഇരുകൈയും നീട്ടി സീപ്ലെയിനെ മലയോരം സ്വീകരിച്ചു. ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ മറ്റു ജലാശയങ്ങളിലേക്കും ചെറുവിമാനങ്ങൾ പറന്നിറങ്ങുമെന്ന പ്രതീക്ഷയാണ് പരീക്ഷണ പറക്കലിന് ശേഷം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും റോഷി അഗസ്റ്റിനും ഇടുക്കിക്ക് പകർന്നു നൽകിയത്. എന്നാൽ തുടക്കത്തിൽ തന്നെ തടസ്സവുമായി വനം വകുപ്പ് രംഗത്തെത്തി. പ്ലെയിൻ പറന്നിറങ്ങുന്നത് വന്യമൃഗങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാദം. ഇതിനെയെല്ലാം മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയാണ് മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ അതേ സീപ്ലെയിനിൽ കൊച്ചിയിലേക്ക് മടങ്ങിയത്. എന്നാൽ പിന്നീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും ഉണ്ടായില്ല. ഈ പദ്ധതിയും പരീക്ഷണ പറക്കലിലും പ്രഖ്യാപനത്തിലും ഒതുങ്ങിയോ എന്ന ചോദ്യം ബാക്കി. അമൃത ന്യൂസ്, ഇടുക്കി. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. അവസാന ദിവസത്തിൽ 4 വിക്കറ്റ് ശേഷിക്കെ 35 റൺസ് അകലെയാണ് ഇംഗ്ലണ്ടിന്റെ വിജയം. എന്നാൽ ബൌളർമാരിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. ഇന്ത്യക്കെതിരെ 374 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് മഴ കാരണം 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺ എന്ന നിലയിലാണ്. ഇംഗ്ലണ്ടിന്റെ ശേഷിച്ച 4 വിക്കറ്റ് നേടി ജയം കയ്യിലൊതുക്കിയാൽ ഇന്ത്യക്ക് പരമ്പരയിൽ ഒപ്പമെത്താം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.